ഈ സീസണിൻ്റെ തുടക്കം മുതൽ തന്നെ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന താരമായിരുന്നു ക്വാമി പെപ്ര. ഇന്നലെ മുംബൈക്കെതിരായ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് ഇട്ടതു മുതൽ തന്നെ എന്തിനാണ് പെപ്രയെ വീണ്ടും വീണ്ടും ഫസ്റ്റ് 11-ൽ ഇറക്കുന്നത് എന്ന വിമർശനവും ഫാൻസുകാർക്കിടയിൽ നിന്നും ഉയർന്നിരുന്നു. എന്നാൽ ഇന്നലത്തെ കളിയിൽ വാട്ട് ഹീ ഈസ് ഓൾ അബൌട്ട് എന്ന് പെപ്ര ഗ്രൗണ്ടിൽ കാണിക്കുകയായിരുന്നു. ഡിഫൻസിലായാലും അറ്റാക്കിങ്ങിലായാലും ഒരുപോലെ കോൺട്രിബ്യൂഷൻ നൽകി പെപ്ര ഇന്നലെ കളിയിലെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വളരെ മികച്ച പ്രകടനമാണ് പെപ്ര ഇന്നലെ കാഴ്ചവെച്ചത്. KBFCയുടെ ഈ സീസണിനെ സംബന്ധിച്ചിടത്തോളം ഒരു കളിക്കാരൻ്റെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ പ്രകടനത്തെ എടുത്തു പറയാവുന്നതാണ്. 2 ഗോളുകളും വന്നത് പെപ്രയുടെ കോൺട്രിബ്യൂഷൻ ചെറുതല്ല. ഒരു അസിസ്റ്റും ഒരു ഗോളും ഇന്നലെ പെപ്ര നേടി. ആദ്യത്തെ ഗോൾ വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പെപ്രയുടെ സിഗ്നേച്ചർ മൂവായ ആ ടേണിങ്ങിലൂടെയായിരുന്നു പെപ്ര തൻ്റെ ഡിനിയുടെ ആദ്യത്തെ ഗോളിന് വഴിയൊരുക്കിയത്. നവോച്ചയിൽ നിന്ന് ബോൾ സ്വീകരിക്കുമ്പോൾ പെപ്രയ്ക്കൊപ്പം മുംബൈ സിറ്റി FC ഡിഫൻഡേഴ്സും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കാഴ്ചക്കാരനെ നിർത്തിക്കൊണ്ടൊരു ടേണിലൂടെ ബോളുമായി മുന്നോട്ട് കുതിച്ച പെപ്ര കൃത്യമായ ക്രോസ് ദിമിക്ക് കൊടുക്കുകയും ദിമി അത് കൂളായി ഫിനിഷ് ചെയ്യുകയും ചെയ്ത പെപ്രയുടെ ഇൻഡിവിജ്വൽ സ്കില്ലാണ് ബ്ലാസ്റ്റേഴ്സിന് തുണയായതുമായി ലെഫ്റ്റ് വിങ്ങിലേക്ക് സൈഡിലേക്ക് ഇറങ്ങി വന്ന് ആ ബോൾ പ്രോപ്പറായി സ്വീകരിച്ച് ക്രോസ് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. രണ്ടാമത്തെ ഗോൾ വന്നതാണെങ്കിൽ കൃത്യമായി അസറിൽ നിന്നൊരു പാസ് സ്വീകരിച്ച് അത് വിങ്ങിൽ ദിമിക്ക് കൊടുക്കുന്നു. തുടർന്ന് ക്രോസിനായി ഫ്രണ്ടിലേക്ക് പോകുന്നു. എന്നാൽ ദിമി ക്രോസ് ചെയ്യുന്നില്ല എന്ന് കണ്ട പെപ്ര ഉടൻ തന്നെ ഒന്നുകൂടി പിറകിലോട്ട് വലിഞ്ഞ് ആ ബോൾ സ്വീകരിക്കുകയും ആ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഒരു കിഡിലും ഗ്രൗണ്ടർ തൊടുക്കുകയും ചെയ്യുന്നു. അതങ്ങനെ ഗോളാവുകയും ചെയ്യുന്നു. അതൊരു നെറ്റ് ബാക്ക് ഗോൾ കൂടിയായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. കൃത്യമായിരുന്നു ആ ഷോട്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ഗോളായത്. ഫസ്റ്റ് ഒരു അസിസ്റ്റ് കൊടുത്ത മുതൽ തന്നെ പെപ്ര വളരെ മികച്ച കളിയായിരുന്നു പുറത്തെടുത്തുകൊണ്ടിരുന്നു. എന്തായാലും പെപ്രയിൽ നിന്ന് നമ്മൾ ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ലൂണയുടെ അഭാവം പെപ്രക്ക് നികത്താൻ കഴിയട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എന്താണ് ഇന്നലത്തെ കളിയിൽ പെപ്രയുടെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.